1960-80 കാലത്ത് കോട്ടയത്തെ അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറുണ്ടായിരുന്നു. പേര് കളരിക്കൽ ജോൺ. ജോൺ സാറിന്റെ ക്ലാസ്സിൽ ആരെങ്കിലും ശ്രദ്ധിക്കാതിരുന്നാലോ അല്ലെങ്കിൽ അച്ചടക്കമില്ലാതെ പ്രവർത്തിച്ചാലോ അദ്ദേഹം ചൂരിൽ കൊണ്ടോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പുസ്തകം കൊണ്ടോ ഒരു അടി വെച്ച് കൊടുക്കും. എന്നിട്ട് തിരികെ തന്റെ കസേരയിൽ പോയി മുഖം പൊത്തിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ തൂവാലെടുത്ത് കണ്ണു തുടയ്ക്കും. ഇത് കാണുമ്പോഴേക്കും കുട്ടികളാകെ അപ്സെറ്റ് ആവും. അവർ തല കുമ്പിട്ടിരിക്കും. മിനിറ്റുകൾക്ക് ശേഷം ക്ലാസ് തുടരുന്ന ജോൺ സാറിന്റെ കയ്യിൽ നിന്ന് രണ്ടാമതൊരിക്കൽ കൂടി അടി വാങ്ങേണ്ടി വരുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഈ തല്ലിയ വിദ്യാർത്ഥിയെ പിന്നീട് വേറെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ജോൺ സാർ അവരുടെ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തുന്നതും പതിവായിരുന്നു. ജോൺ സാർ മരിച്ചിട്ട് ഇപ്പോൾ വർഷം കുറേ ആയി. പക്ഷെ അദ്ദേഹത്തെ പോലെ തേങ്ങി കരയുന്നില്ലെങ്കിലും വിദ്യാർത്ഥികളെ തല്ലിയ സന്തോഷിക്കുന്ന അധ്യാപകരൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാത്തവരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാൻ നിയമത്തിന്റെ ചൂരിലുണ്ടല്ലോ. സ്വന്തം വിദ്യാർത്ഥികളിൽ ഒരാളെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നാൽ, ഒരാൾക്കെങ്കിലും മാർക്ക് ഒരല്പം കുറഞ്ഞാൽ, ഒരാളെങ്കിലും അധ്യാപകന് നേരെ കൈ ഉയർത്തിയാൽ, മയക്കുമരുന്നിന് അടിമയായാൽ, സഹവിദ്യാർത്ഥികളെ ക്രൂരമായിട്ട് ആക്രമിച്ചാൽ, റാഗിങ്ങിന്റെ പേരിൽ അറസ്റ്റിലായാലൊക്കെ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ജോൺ സാറിനെ പോലുള്ള അധ്യാപകർ ഇപ്പോഴും ഉണ്ട്. വിദ്യാർത്ഥിയെ തല്ലിയാൽ സ്വന്തം ദേഹത്ത് കൊള്ളുന്നവര്. അവരുടെ കയ്യിൽ ചെറിയൊരു വടി കൊടുക്കാൻ ഇത്ര ആശങ്കപ്പെടേണ്ടതുണ്ടോ?